ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുപോലെ ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു വിട്ടു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട സോസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് അങ്ങനെ തയ്യാറാക്കട്ടെ. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് പാല് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം പാല് ചേർക്കുന്ന സമയത്ത് കുറച്ച് പാല് മാത്രം ചേർത്തിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടിയും ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തീരെ കട്ടകൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പെട്ടെന്ന് കട്ടകളൊക്കെ മാറിപ്പോവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പാസ്തയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ പാസ്തയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുത്തതിന് ശേഷം ഒന്ന് പച്ചവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീരെ എന്താ പറയുക കുഴഞ്ഞു പോയി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പാസ്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സോസിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഒറിഗാനോ ഫ്ലേക്സും ബേസിൽ ഫ്ലേക്സും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ചേർത്താലാണ് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുകിയെടുത്ത ആ ഒരു പാസ്ത ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടറിൽ ഉപ്പുണ്ടായിരിക്കും, അതുപോലെ ചീസിലൊക്കെ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഞാൻ ചേർത്തിട്ട് ആ ഒരു ചീസൊന്ന് മെൽറ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനോ ഒക്കെ ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കടായിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പാസ്ത സോസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തു. പിന്നെ ഇറ്റാലിയൻ ഹെർബ്സ്, അതായത് ബേസിൽ ഫ്ലേക്സും അതുപോലെ നമ്മുടെ ഒറിഗാനോ ഫ്ലേക്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ട് പരിപാടിയാണ്. നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരിയും ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാം. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക റെഡ് സോസ് പാസ്ത തയ്യാറാക്കാവുന്നതുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക ചീസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് സോസ് പാസ്തയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇറ്റാലിയൻ ഹെർബ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. ഇനി ഞാനിതിപ്പോൾ വേഗം നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് ആക്കട്ടെ. നേരം വൈകിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിക്കാം. അപ്പോൾ ഒരു എന്താ പറയുക പാസ്ത വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് 2 ടൈപ്പ് പാസ്ത തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ 2 പാസ്ത റെഡിയായി. അപ്പോൾ കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് തണുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കുന്ന സമയത്ത് പാസ്ത പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, മീൻ, ചിക്കൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രോളിങ് നിരോധനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയ കാരണം മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റൂലല്ലോ. എന്താ പറയുക, ഇപ്പോൾ പൊതുവെ പറയാം വലിയ മീനുകളൊന്നും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്നല്ലേ പറയാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ സ്റ്റാർ മാർക്കറ്റിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഞാവൽപ്പഴം ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഞാവൽപ്പഴത്തിൻ്റെ സീസണായി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ നിറയെ ഞാവൽപ്പഴമായിരിക്കും. റോഡിലും അതുപോലെ കടകളിലൊക്കെ ആയിരിക്കും നല്ല വലിയ സൈസിലുള്ള ഞാവൽപ്പഴം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. നല്ല ഇഷ്ടമാണ് ഞാവൽപ്പഴം. ആർക്കൊക്കെ ഞാവൽപ്പഴം ഇഷ്ടമാണ്. ശരിക്കും ഡയബറ്റിക്സ് ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഒരു സംഭവമല്ലേ. ആ ഒരു സീസണിൽ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അത് കാരണം സീസണായി കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വാങ്ങിക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഞാനിപ്പോൾ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളികേരമൊക്കെ ഒന്ന് കൊത്തിയെടുക്കണം. നാളികേരം ചെരുക്കിയതൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പം അയിലയായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അയില നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളികേരപ്പാൽ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊത്തിയെടുത്ത് നാളികേരമൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത്
നാളികേരപ്പാലും 1-ാം പാലും 2-ാം പാലൊക്കെ ഞാൻ സെപ്പറേറ്റ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടികൾ എല്ലാ കാര്യങ്ങളും കഴിയുമല്ലോ. അതിനുശേഷം ഞാൻ മീനൊക്കെ നേരത്തെ തന്നെ എന്താ പറയുക കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ മീൻ വാങ്ങിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വാങ്ങിക്കാറ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതേ അയിലയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരുപാട് വേണമെന്നില്ല കേട്ടോ. ബാക്കി പച്ചമുളക് നമ്മൾ ചേർക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ, നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ബെസ്റ്റ്. ആ ഒരു ഫ്ലേവർ കാര്യങ്ങളാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് തന്നെയാട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ പച്ചമുളക് ഞാൻ കുറച്ചധികം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ മീൻ കറിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളാണ്. അപ്പോൾ മുളക് പൊടി അത്രയധികം ചേർക്കണം എന്നില്ല കേട്ടോ. ഞാനൊരു 4-5 പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളി മുറിച്ചതും ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് കായവെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതുപോലെ ഒന്ന് കുറച്ച് മാറ്റി വയ്ക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മാറ്റിയൊന്നും വയ്ക്കുന്നില്ല, അപ്പോൾ തന്നെ തയ്യാറാക്കണം ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ 2-ാം പാൽ അരിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിക്കും കേട്ടോ. അതായത് അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു നാളികേരപ്പീര എല്ലാം പോവുക. ആദ്യം വലിയ ഹോൾസുള്ള അരിപ്പയിൽ കൂടെ, പിന്നെ ചെറിയ ഹോൾസുള്ള അരിപ്പയിൽ കൂടെയൊക്കെ അരിച്ചെടുക്കും. പിന്നെ അതിന് ശേഷം നല്ല പച്ചമാങ്ങയുണ്ട്, നല്ല പച്ചമാങ്ങ, നല്ല ചെനച്ച മാങ്ങയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഈ മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ എപ്പോഴും മാങ്ങക്കറിക്കാണെങ്കിലും അല്ലെങ്കിൽ മീനിൽ ഒക്കെയാണെങ്കിലും എന്താ പറയുക, നല്ല മൂത്ത മാങ്ങയാണെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ഏകദേശം എൻ്റെ ആയി. ഇവിടെ എന്നല്ല, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു മാങ്ങയുടെ സീസൺ എൻ്റെ ഒരു സമയം ആയല്ലോ. അപ്പോൾ മാങ്ങ ഇതുപോലെ മീൻകറിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അത് ഓരോ മാങ്ങയ്ക്കനുസരിച്ച്, ചില മാങ്ങ അത്ര പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോയില്ല. പിന്നെ ഒരു സാലഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. സവാള, തക്കാളി, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ചേർത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് കാച്ചിയെടുക്കുക. ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചട്ടി എപ്പോഴും ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി തന്നെ ആയി. ഇനി ഇതിലേക്ക് അതായത് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കുക. ഈ ഒരു ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ആക്ച്വൽ ഫ്ലേവർ വരിക കേട്ടോ. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഉള്ളി മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് എന്താ പറയുക, അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നാളികേരപ്പാലും ആ ചെറിയുള്ളി മൂത്തതും ഒക്കെ കൂടി ആകുമ്പോൾ മീൻകറി വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി, മാങ്ങയിട്ട് വെച്ച തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കിഡ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ മീൻകറിയൊക്കെ ആകുമ്പോൾ ഒന്നിരിക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് വരും. നമ്മുടെ മാങ്ങ കഷ്ണങ്ങളും മീൻ കഷ്ണങ്ങളും ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കണ ഒരു സമയമാകുമ്പോഴേക്കും മീൻകറിയൊക്കെ നല്ല പൊളിയിട്ട് നല്ല എല്ലാ കഷ്ണങ്ങളിൽ എന്താ പറയുക, എരിവും പുളിയും എല്ലാ കാര്യങ്ങളൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിരുന്നു. ഒരുപാട് പുളിയുള്ള മാങ്ങ അല്ലാട്ടത്. അപ്പോൾ തോട്ടാപ്പൂരി എന്ന് പറയുന്ന മാങ്ങ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ലഞ്ച് കഴിക്കണം. അപ്പോൾ സാലഡ്, പിന്നെ സോയ മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേഗം ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഇത് ആൽക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം രാത്രിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.